everyone, this is me Vinita John, English teacher of Alpha Genius Integrated School. ഇന്ന് ഒരു പുതിയ ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. SSLCയിൽ എക്സാമിന് എല്ലാവരും കൺഫ്യൂസ്ഡ് ആക്കുന്ന അല്ലെങ്കിൽ കുറച്ച് കുഴപ്പിക്കുന്ന ഒരു ഗ്രാമർ പാറ്റേൺ ആണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. വാട്ട് ആർ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്? നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ ആ സെൻറ്റൻസിന് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു വേർബ് ഉണ്ടാവും, അതിനൊരു ഒബ്ജക്റ്റും ഉണ്ടാവും. സബ്ജക്റ്റിനനുസരിച്ച് വേർബ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഗ്രാമർ പാറ്റേണിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കണം, സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് നോക്കണം. എങ്ങനെയാണ് മനസ്സിലാക്കും സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുള്ളതും പ്ലൂറൽ ആണെന്നുള്ളതും? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എപ്പോഴും ഒറ്റ ഒരു നമ്പറേ കാണുള്ളൂ, വിച്ച് മീൻസ് ദാറ്റ് ഒരെണ്ണം അല്ലേ. അതുപോലെ പ്ലൂറൽ ആണെങ്കിൽ മോർ ദാൻ വൺ ആയിരിക്കും, ഒന്നിൽ കൂടുതലായിരിക്കും പ്ലൂറൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, രാധ എന്ന് പറയുന്നത് ഒരു ആളുടെ പേരാണ്, അവിടെ ഒന്നാണ് അല്ലേ രാധ എന്ന് പറയുന്നത്. പക്ഷേ രാധാസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന പ്ലൂറൽ ഫോമാണ്. കാരണം രാധയുടെ കൂട്ടുകാർ ഒരുപാട് പേരുണ്ട്, മോർ ദാൻ വൺ ആണ്. സോ ദിസ് ഇസ് സിംഗുലർ ആൻഡ് പ്ലൂറൽ. അതായത് ഒറ്റ ഒരു നമ്പർ ആണെങ്കിൽ അത് സിംഗുലർ ആയിരിക്കും, ബാക്കി ഒന്നിൽ കൂടുതലാണെങ്കിൽ അത് പ്ലൂറൽ ആയിരിക്കും. എപ്പോഴും നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് സിംഗുലർ വെർബ് ആയിരിക്കും. സിംഗുലർ വേർബാണെന്ന് അറിയാനായിട്ട് ഏറ്റവും വലിയൊരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയാമോ? സിംഗുലർ വേർബിൻ്റെ അറ്റത്ത് എസ്, സിംഗുലറിൻ്റെ പോലത്തെ എസ് വേർബിൻ്റെ അറ്റത്ത് എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ നമുക്കൊരു എക്സസൈസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ പറയുകയാണ് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിംഗുലർ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ദ ഗേൾ പ്ലേസ് ചെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ ഈ ഒരു സെൻറ്റൻസ് ആണെങ്കിൽ ഇതിനൊരു സബ്ജക്റ്റ് ഉണ്ട്, ഇതിനൊരു വേർബ് ഉണ്ട്, ഇതിനൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ഗേൾ ആണ്. ദ ഗേൾ മീൻസ് ഒറ്റൊരാളാണ് അല്ലേ. ദ ഗേൾ ആകുമ്പോൾ ഇവിടുത്തെ വേർബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്ലേസ്. അതിൻ്റെ കൂടെ എസ് ഉണ്ട്, പ്ലേസ് ചെസ് ആണ്. ഓക്കെ, ഇത് നമ്മൾ ഒരു 5th സ്റ്റാൻഡേർഡ് മുതൽ ഏകദേശം ഒരു 10th സ്റ്റാൻഡേർഡ് വരെയൊക്കെ പഠിച്ചിട്ട് വരുന്ന സാധനമാണ് ഈ പറഞ്ഞ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ. ഈ ദ ഗേൾ പ്ലേസ് ചെസ്, അതായത് ഇവിടെ സിംഗുലർ ആണ്, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും എന്തായിരിക്കണം? നമ്മളിവിടെ വേർബും സിംഗുലർ വേർബ് തന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ എ ക്യാറ്റ് റൺസ് അക്രോസ് ദി റോഡ്. എ ക്യാറ്റ് വിച്ച് മീൻസ് ദാറ്റ് സിംഗിൾ വൺ അല്ലേ, സിംഗിൾ ആണ്, ഒറ്റ ക്യാറ്റേ ഉള്ളൂ. അപ്പോൾ ക്യാറ്റ് റൺസ്, ഇവിടുത്തെ വേർബ് എന്ന് പറയുന്ന റണ്ണാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്തുകൂടെ യൂസ് ചെയ്തു നമ്മൾ? എസ്ഒ അല്ലെങ്കിൽ ഇഎസ്ഒ ഒക്കെ കാണും എന്നാണ് മിസ് പറഞ്ഞത് അല്ലേ. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വി ഹാവ് ടു യൂസ് എസ് ഓർ ഇഎസ് വിത്ത് ദ വേർബ്. സോ എസ് ഇവിടെ ഉണ്ട്, റൺസ് അക്രോസ് ദ റോഡ്. ക്ലിയർ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്ട് വെർബ് എഗ്രിമെൻറ്റിൻ്റെ ഒരു എക്സസൈസ് ആണ്. ഇനി ഇൻ കേസ് ഇതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്ന് നോക്കുക. മിസ് പറഞ്ഞു പ്ലൂറൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ ആണ് അല്ലേ. ഒരു നമ്പറിനേലും വളരെ കൂടുതലായിട്ടുള്ള അല്ലെ ഒരുപാട് നമ്പേഴ്സ് ഉള്ളതാണ് പ്ലൂറൽ ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ ദ ഗേൾസ് പ്ലേ ചെസ്. ദ ഗേൾസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികൾ. ഒരു പെൺകുട്ടിയാണോ? അല്ല, ഒരുപാട് പെൺകുട്ടികൾ. അപ്പോൾ ദ ഗേൾസ് ഇവിടെ വരുന്നത് എന്തായിരിക്കും? പ്ലേ ആയിരിക്കും വരിക. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ എസ് ചേർക്കാത്തത്? കാരണം സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ഫോം ആണ്. അതുകൊണ്ട് പ്ലൂറൽ ഫോമിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ എസ്ഒ ഇഎസ്ഒ ഒന്നും ചേർക്കില്ല. ദാറ്റ് ഈസ് വൈ ദ പ്ലെയിൻ വേർബ് പ്ലേ വി ഹാവ് യൂസ് ദെയർ അല്ലേ. അവിടെ നമ്മൾ യൂസ് ചെയ്തത് പ്ലേ ആണ്, പ്ലേ ചെസ്. ഓക്കെ, ഇനി അടുത്തത് സ്പെഷ്യൽ റൂൾസ് ആണ്. മിസ് ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ഒരു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളതാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. കുറച്ച് എക്സെപ്ഷൻ കേസസ് ഉണ്ട്. ഇതൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ 5ലും 6ലും ഒക്കെ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. ഇനി കുറച്ച് എക്സെപ്ഷൻ കേസസ് ആണ് മിസ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആൻഡ് ഹിയർ ആൻഡ് യൂഷ്വലി മേക്സ് ദ സബ്ജക്റ്റ് പ്ലൂറൽ. ടോം ആൻഡ് ജെറി ആർ ഫ്രണ്ട്സ്. ആൻഡ് എന്നുള്ള വാക്ക് അവിടെ കണ്ടാൽ ഡെഫിനറ്റ് ആയിട്ടും അവിടെ വരുന്ന വേർബ് എന്ന് പറയുന്നത് ആറായിരിക്കും. അവിടെ ഈസ് വരത്തില്ല, ആറായിരിക്കും. കാരണം ടോം ആൻഡ് ജെറി 2 ഡിഫറെൻറ്റ് പേഴ്സൺസ് ആണ് അല്ലേ. 2 ഡിഫറെൻറ്റ് പേഴ്സൺ ആണ്, അതിന് ആൻഡ് വെച്ച് യോജിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. സോ അവിടെ 2 ഡിഫറെൻറ്റ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ സോ അവിടെ വന്നിരിക്കുന്ന വേർബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ ഫ്രണ്ട്സ് എന്നാണ്. ഈസ് ഫ്രണ്ട് എന്നൊരിക്കലും പറയത്തില്ല. പക്ഷേ അങ്ങനെയുള്ള കേസസ് ഉണ്ടോ? ഉണ്ട്. എക്സെപ്ഷൻ കേസസ് വെൻ ആൻഡ് റെഫേഴ്സ് ടു വൺ ഐഡിയ. ഒരു ഐഡിയയാണ് കൺവേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ 2 ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും എന്ത് വരാം? അവിടെ സിംഗുലർ ആയിട്ടുള്ള വേർബ് ഈസ് ഒക്കെ അവിടെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ്, ഒരു ഡിഷ്. ബട്ടർ എന്ന് പറയുന്ന വേറൊരു ഡിഷ്. പക്ഷേ ബ്രെഡ് ആൻഡ് ബട്ടർ നമ്മൾ പഠിച്ചത് എന്താണ്? ആൻഡ് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ വരുന്നത് പ്ലൂറൽ ഫോമാണ്, 6 ചേർക്കണമെന്നാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരൊറ്റ ഐഡിയ ഒറ്റ ഐഡിയ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് മൈ ഫേവറേറ്റ് ഡിഷ് അല്ലേ. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്.
അപ്പം ബ്രെഡും ബട്ടറും കൂടെയാണ് എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് രണ്ടും ഒരു ഐഡിയയാണ് കൺവേ ചെയ്യുന്നത്. അങ്ങനെയുള്ള കേസസിൽ ആൻഡ് വന്നാലും നമ്മൾ എന്ത് ചേർക്കണം? സിംഗുലർ ആയിട്ടുള്ള വേർബ്സ് ചേർക്കണം. അപ്പോൾ അവിടെ എന്ത് വരും? ഈസ് വരും. ക്ലിയർ ആയോ? യെസ്. ആൻഡ് when and refers to one idea, bread and butter is my favorite breakfast are coming. അടുത്തത് നെക്സ്റ്റ് മിസ് either the students or the teacher is coming. then നെക്സ്റ്റ് സ്ലൈഡിൽ മിസ് പറയാൻ പോകുന്നത് ഓർ നോറാണ്. ഓറെന്നോ നോറെന്നോ ഒക്കെ കാണുകയാണെങ്കിൽ അതിന് മുൻപേ മിസ് പറയാം. സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു 2 സബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അവിടെ 6 യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. 2 ഡിഫറെൻറ്റ് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ 6 പറഞ്ഞു. പക്ഷേ ഈ എയ്തർ എന്നും നെയ്തർ എന്നും ഒക്കെയുള്ള വാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എയ്തർ ഓർ, നെയ്തർ നോർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ എയ്തർ ഓറും നെയ്തർ ഓറും ഒക്കെ വന്നാൽ വി ഹാവ് ടു ഗീവ് പ്രിഫറൻസ് ടു ദ സെക്കൻഡ് പേഴ്സൺ. രണ്ടാമത്തെ സബ്ജക്റ്റിന് വേണം പ്രിഫറൻസ് കൊടുക്കാനായിട്ട്. എയ്തർ ഓറും നെയ്തർ ഓറും വന്നു കഴിഞ്ഞാൽ വി ഷുഡ് ഗീവ് പ്രിഫറൻസ് ടു ദ സെക്കൻഡ് പേഴ്സൺ. രണ്ടാമത്തെ പേഴ്സണ് വേണം പ്രിഫറൻസ് കൊടുക്കാനായിട്ട്. നിങ്ങൾ നോക്കണം രണ്ടാമത്തെ പേഴ്സൺ എന്താണെന്നുള്ളത്, അതായത് സിംഗുലർ ആണോ പ്ലൂറൽ ഫോം ആണോ എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് നോക്കുക. എന്നിട്ട് അത് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബ് തന്നെ കൊടുക്കുക, അതല്ല അത് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വേർബ് തന്നെ കൊടുക്കുക. ഒരു എക്സാമ്പിൾ മിസ് കാണിച്ചു തരാം. or nor verb agrees with the subject closest to it. അതായത് either the teacher or the students are coming. either the teacher or the students are coming എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നോക്കിയേ, either the teacher എന്ന് പറയുന്നത് സിംഗുലർ ആണ്, സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ ഫോം ആണ്. ആണല്ലോ? ആണ്. മിസ് പറഞ്ഞത് എന്താണ്? എയ്തറും നെയ്തറും എയ്തർ ഓർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഗീവ് പ്രിഫറൻസ് ടു ദ സെക്കൻഡ് പേഴ്സൺ എന്നാണ് പറഞ്ഞത്. എയ്തർ ഓർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രിഫറൻസ് ഏതിന് കൊടുക്കണം? സെക്കൻഡ് പേഴ്സണ് കൊടുക്കണം. ഇവിടുത്തെ സെക്കൻഡ് പേഴ്സൺ ഏതാണ്? എയ്തർ ദ ടീച്ചർ ഓർ ദ സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് ആണല്ലോ സെക്കൻഡ് പേഴ്സൺ. അങ്ങനെ വന്നാൽ അവിടെ വന്നിരിക്കുന്ന വേർബും എന്തായിരിക്കണം? പ്ലൂറൽ ഫോം തന്നെയായിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഇവിടെയും പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ എയ്തർ ഓർ വന്നത് കൊണ്ട് നമ്മൾ സെക്കൻഡ് പേഴ്സണെയാണ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്, ഒരുപാട് കുട്ടികളാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? ആർ. ഓക്കെ, യു ഗോട്ട് ഇറ്റ്? ദെൻ എയ്തർ ദ സ്റ്റുഡൻസ് ഓർ ദ ടീച്ചർ ഇസ് കമ്മിങ് എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഈസായി, ഇവിടെ വന്നപ്പോൾ ആറായി. എന്തുകൊണ്ട്? മിസ് ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എയ്തർ ഓർ വന്നാൽ സെക്കൻഡ് പേഴ്സൺ ആണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇവിടുത്തെ സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ ആയതുകൊണ്ട് 6 കൊടുത്തു. ഇവിടുത്തെ സെക്കൻഡ് പേഴ്സൺ ടീച്ചർ സിംഗുലർ ആണ്, ഒരേ ഒരാളാണ് അല്ലേ, അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ. സോ ദാറ്റ് ഇസ് ഈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ ഇതാണ് എയ്തർ ഓർ എന്നുള്ള വാക്ക് വന്നാൽ ഓരോ നോറോ ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിന് പ്രിഫറൻസ് കൊടുക്കണം? സെക്കൻഡ് പേഴ്സണ് വേണം പ്രിഫറൻസ് കൊടുക്കാൻ, അല്ലെങ്കിൽ സബ്ജക്റ്റിൽ സെക്കൻഡ് സബ്ജക്റ്റിന് വേണം പ്രിഫറൻസ് കൊടുക്കാനായിട്ട്. അത് നോട്ട് ഓൺലി ഫോർ ദി എയ്തർ ഓർ, പിന്നെ ഫോർ ദ നെയ്തർ നോറിനും അത് നമുക്ക് അപ്ലൈ ചെയ്യാം. നെയ്തർ നോർ, ഇത് നെയ്തർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ് എന്ന് വന്നാലും അവിടെ എന്താ വരിക? അവിടെ ആറാ വരിക. അപ്പം ഓറിനോ നോറോ ഒക്കെ കണ്ടാൽ, അപ്പം എയ്തർ ഓറോ നെയ്തർ നോറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ ആർക്കാ പ്രിഫറൻസ് കൊടുക്കുക? സെക്കൻഡ് പേഴ്സണ് വേണം നമ്മൾ പ്രിഫറൻസ് കൊടുക്കാനായിട്ട്. ഓക്കെ, ഗോട്ട് ഇറ്റ്? ദെൻ അടുത്തത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ സിംഗുലർ. എവ്രി വൺ എന്ന് കണ്ടാലോ, സം വൺ, ഈച്ച്, എനിബഡി, നെയ്തർ, എയ്തർ ടേക്ക് എ സിംഗുലർ വേർബ്സ്. അതായത് എനിബഡി എന്ന് കണ്ടാലോ, എവ്രി എന്ന് കണ്ടാലോ, ഈച്ച് എന്ന് കണ്ടാലോ, വൺ ഓഫ് എന്ന് കണ്ടാലോ, നോ വൺ എന്ന് കണ്ടാലോ, സം വൺ എന്ന് കണ്ടാലോ ഒക്കെ നമ്മൾ സിംഗുലർ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. മിസ് പറഞ്ഞു സിംഗുലർ വേർബിൻ്റെ അറ്റത്ത് എപ്പോഴും എന്തുണ്ടാവും? ഒരു എസ് ഉണ്ടാവും അല്ലേ? യെസ്. അപ്പം എയ്തർ എന്ന് കണ്ടാലോ, നെയ്തർ എന്ന് കണ്ടാലോ, അതല്ലാന്നുണ്ടെങ്കിൽ മീൻസ് ഇപ്പം നേരത്തെ മിസ് പറഞ്ഞു എയ്തർ ഓർ കണ്ടു കഴിഞ്ഞാലോ നെയ്തർ നോർ കണ്ടു കഴിഞ്ഞാലോ സെക്കൻഡ് പേഴ്സണ് പ്രിഫറൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ നോറും ഓറും ഒന്നും ഇല്ലാതെ നെയ്തറും എയ്തറും ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ വി ഷുഡ് ഗീവ് പ്രിഫറൻസ് ടു ദ സിംഗുലർ വേർബ്സ്. സിംഗുലർ വേർബാണ് ഇവിടെ വരേണ്ടത്. ഫോർ എക്സാമ്പിൾ ഈസ് അതൊക്കെയാണ് വരിക, അല്ലെങ്കിൽ വാസ്, ഇങ്ങനെയുള്ള സിംഗുലർ വേർബ്സ് ആണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈച്ച് എന്ന് കണ്ടാലോ, എവരി എന്ന് കണ്ടാലോ, എനി എന്ന് കണ്ടാലോ, സംവൺ എന്ന് കണ്ടാലോ, നോവൺ എന്ന് കണ്ടാലോ, നെയ്തർ എന്ന് കണ്ടാലോ, എയ്തർ എന്ന് കണ്ടാലോ, ഓറൊന്നുമില്ലാതെ നെയ്തർ എന്ന് കണ്ടാലോ, എയ്തർ എന്ന് കണ്ടാലോ ഒക്കെ നമ്മൾ എന്തിനാ പ്രിഫറൻസ് കൊടുക്കുക? നമ്മളെപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്നത് സിംഗുലർ വേർബ്സ് ആണ് കേട്ടോ. സിംഗുലർ വേർബ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, എവ്രി വൺ മിസ് പറഞ്ഞു എവ്രി കണ്ടു കഴിഞ്ഞാൽ സിംഗുലർ വേർബ് ആയിരിക്കും. എവ്രി വൺ ഇസ് ഹിയർ. ഓക്കെ, പിന്നെ ഇവിടെ പ്ലൂറൽ ഫോംസ് ആയിട്ട് തന്നിരിക്കുന്നത് ഫ്യൂ, മെനി, സെവറൽ ഒക്കെയാണ്. അപ്പോൾ ടേക്ക് പ്ലൂറൽ വേർബ്സ്.
ഈ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട്സുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫ്യൂ എന്നും മെനി എന്നും സെവറൽ എന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നാൽ പ്ലൂറൽ ആയിട്ടുള്ള വേർബ് ലൈക്ക് ആറോ വേറോ ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കും വരിക. ഓക്കെ, ഇനി അടുത്തത് മെനി വെയർ ചോസൺ, ബോത്ത് ഓൾ, സം, നൺ, ഡിപ്പെൻസ് ഓൺ ദ മെറ്റീരിയൽ. ഇത് വരുമ്പോഴത്തേക്കും അതിൻ്റെ മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് പോവുക. ഓൾ ഓഫ് ദ വാട്ടർ ഇസ് കോൾഡ്, കാരണം ഇവിടെ നോൺ കൗണ്ടബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്, അതുകൊണ്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ഈസി യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഓൾ ഓഫ് ദ കുക്കീസ് ആർ ഗോൺ, സോ ഇവിടെ കൗണ്ടബിൾ ആണ്, കുക്കീസ് വി ക്യാൻ കൗണ്ട് ഇറ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് അവിടെ ആറ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ മീൻസ് എന്താ പറയുക വേർബ്സ് നമ്മൾ യൂസ് ചെയ്യപ്പെടുന്നത്.